ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് കട്ട് ചെയ്യണേ. ഈ ബ്ലൗസിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 36 സൈസിൽ വരുന്ന ഒരു ബ്ലൗസാണ് ഇവിടെ കട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്ക് അളവ് ബ്ലൗസ് ഇല്ല കയ്യിൽ. 36 സൈസിലൊരു ബ്ലൗസ് അടിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ അടിക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതൊരു ലൈനിങ് ബ്ലൗസിൻ്റെ ലൈനിങ് ക്ലോത്താണ്. അതായത് നമ്മൾ ആദ്യം തന്നെ ലൈനിങ് ക്ലോത്തിൽ കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നല്ല ക്ലോത്ത് കട്ട് ചെയ്യാറ്. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു ബ്ലൗസിൻ്റെ അളവ് കിട്ടി 36 സൈസിലൊരു ബ്ലൗസ് അടിക്കണമെന്ന് പറഞ്ഞ് കൊണ്ട് തന്നാൽ നമ്മൾ ഈ 36 സൈസിനെ ആ ലൈനിങ് ക്ലോത്തിന് രണ്ടാക്കി മടക്കിയില്ല. രണ്ടാക്കി മടക്കിയിട്ട് ഫോൾഡ് വശം നമ്മുടെ വശത്തേക്കും ഓപ്പൺ വശം എതിർ വശത്തേക്കും ഇട്ടിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ക്ലോത്ത് ഇടേണ്ടത്. നമുക്കിതിനൊക്കെ ആവശ്യമായിട്ട് വരുന്നത് ജസ്റ്റ് ഒരു ചോക്ക് വേണം, ഒരു അളവെടുക്കാനോ ടാപ്പ് വേണം, ഒരു സ്കെയിൽ വേണം, കത്രിക വേണം. ഇത്രയും ഇപ്പോൾ ഈ ഒരു പ്രോസസ്സിന് വേണ്ടത്. എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യമായിട്ട് ഇതിൻ്റെ അതായത് 36 സൈസുള്ള ഒരാളെ ബ്ലൗസിന് ഏകദേശം ഒരു മിക്കവാറും ആൾക്കാർക്ക് ഒരു 14.5 ഇഞ്ച് മാത്രമേ വരിക. ഇനി കൂട്ടണം ലെങ്ത്ത് കൂട്ടണം എന്ന് പറയുകയാണെങ്കിൽ കൂട്ടിയിട്ട് കൊടുക്കുക. ഒരു മീഡിയം സൈസുള്ള ആൾക്കാർക്കുള്ള ബ്ലൗസ് ഇത്ര തന്നെയാണ് വരിക. 14.5 ഇഞ്ച് എടുക്കുക. 1/2 ഇഞ്ച് നമുക്കിവിടെ ഷോൾഡറിന് പോവാണ്ട് അതിന് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട് 1/2 ഇഞ്ച്. ഈ 1/2 ഇഞ്ച് ഷോൾഡർ അടിച്ച് തയ്ച്ച് പോകാനുള്ള സ്ഥലമാണ് ഈ ഗ്യാപ്പാണ് ഇട്ടിക്കുന്നത്. അപ്പോൾ 14.5 ഇഞ്ചിൽ നമ്മൾ ഇവിടുന്ന് ഒരു 14.5 ഇഞ്ച് എടുക്കുക. നമ്മൾ സ്ട്രെയിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുക്കുന്നത്. 14.5 അത് നേരിലേക്ക് വരയ്ക്കുക. അടിവശമാണ്, ബാക്ക് പാർട്ടാണ് ചെയ്യുന്നത്. അടിവശം ഇനി നമ്മൾ ആദ്യമായിട്ട് കാണേണ്ടത് ലെങ്ത്ത് കണ്ടു. ലെങ്ത്ത് കണ്ടതിന് ശേഷം നമുക്ക് ഷോൾഡറാണ് എത്രയാണ് അളവ് ഷോൾഡർ കിട്ടേണ്ടതെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ അതിന് 36-ന് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ അളവ് ഇതാ 6 ഇഞ്ചാണ്. ഈ 6 ഇഞ്ച് കൂടെ വയ്ക്കുക. ഇതിലേക്ക് ഒരു ചേർത്തിട്ട് അളവെടുത്തുക. ഇത് തയ്ക്കാൻ അറിയുന്നവർക്ക് വേണ്ടി പറയുന്നതല്ല, ബിഗിനേഴ്സ് ആയിട്ടുള്ള തയ്ക്കണം സ്വന്തമായിട്ടൊരു ബ്ലൗസ് തയ്ച്ചിടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആം ഹോൾ കാണാം. ആം ഹോൾ കാണാൻ എത്രയാണോ നമ്മളെ ചെസ്റ്റ് അളവ് അത് തന്നെയാണ് നമ്മൾ ആം ഹോളിൻ്റെ അളവ്. കൂട്ടി ഒട്ടും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുക 6 തന്നെയാണോ വരുന്നത് എന്ന്. ആണെങ്കിൽ ഇവിടെയാണ് 6 തന്നെ. കണ്ട വ്യത്യാസം? 6 ഇഞ്ച്. അപ്പോൾ 6 ഇഞ്ച് 6 ഇഞ്ചിലേക്ക് ഒരു ലൈൻ വരച്ചു. ലൈൻ വരച്ചിട്ട് ഇതിനെ ബോക്സാക്കി മാറ്റാണ് നമ്മൾ ആം ഹോളിനെ. ഇനി ഇതിൻ്റെ കർവ് വരച്ചിട്ടില്ല. ഈ ആം ഹോളിൻ്റെ കർവ് കാണുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ 6 ഇഞ്ച് അളവിന് വെച്ചിട്ട് പിന്നെ നേർപകുതി ഇവിടെ അടയാളപ്പെടുത്തുക 3 ഇഞ്ച്. അങ്ങനെയാണ് അടയാളപ്പെടുത്തുക. ആം ഹോൾ കർവ് കാണുന്നതിന് മുമ്പ് നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് കൂടി കാണേണ്ടതുണ്ട്. ചെസ്റ്റിൻ്റെ അളവ് കാണാൻ 36-ന് 36 + 4 40 കിട്ടുക. ഈ 40-നെ 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടുന്നത്. 10-നോട് കൂടെ നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പോടിയും ചേർക്കണം. 10 ഇഞ്ച് കറക്റ്റ് 10 ഇഞ്ചിൽ അടയാളപ്പെടുത്തുക. 1.5 ഇഞ്ച്, ഇനി 1 ഇഞ്ച് ഇട്ടാലും കുഴപ്പമില്ല. 1.5 ഇഞ്ച് ഇട്ടാൽ നല്ലതാണ്. ഇനി നമ്മളിപ്പോൾ ഇവിടെ കൈക്കുഴി അതായത് ആം ഹോളിൻ്റെ റൗണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് പോലെ ആക്കി വെച്ചിട്ടേ ഉള്ളൂ. ഇനി ഇതിൻ്റെ കർവ് വരയ്ക്കാണ്ട്. കർവ് വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 1.5 ഇഞ്ച് ഉള്ളിലേക്ക് ഒരു മാർക്ക് ചെയ്യണം. ആം ഹോളിൻ്റെ ഉള്ളിലേക്ക് മാർക്ക് ചെയ്തു. ഇവിടുന്ന് 6-ൻ്റെ പകുതി 3 മാർക്ക് ചെയ്തു. നമ്മളിവിടെ ഓൾറെഡി ചെയ്ത് വെച്ചല്ലോ. ഇനി ഈ ചെസ്റ്റ് അളവ് 10 അല്ലേ നമ്മളെടുത്തത്, അതിന് 1 ഇഞ്ച് ഉള്ളിലേക്ക് മാറ്റിയിട്ട് 9 ഇഞ്ചിലൊരു മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ ആം ഹോളിൻ്റെ കർവ് ഉണ്ടെങ്കിൽ അങ്ങനെ വരയ്ക്കാം. അതില്ല വെച്ചാൽ നമുക്ക് ഈ പോയിന്റുകൾ തമ്മിൽ ഒന്ന് യോജിപ്പിക്കാം. ആം ഹോൾ കർവ് ബിഗിനേഴ്സിനൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആവശ്യമാണെങ്കിൽ ഉപയോഗിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഉപയോഗിക്കണമെന്നില്ല ഇങ്ങനെ വരച്ചാൽ മതി. കാരണം ബാക്ക് പീസിന് അധികമായിട്ട് കുഴിയേണ്ടത് ആവശ്യമില്ല. അതിനാണ് നമ്മൾ 1.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഈ പോയിന്റ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് കൈക്കുഴീൻ്റെ വരുന്നത്. ഇത് എന്തിനാണ് ഇങ്ങനെ 1.5 ഇഞ്ച് വെച്ചാൽ നമുക്കിങ്ങനെ ചുളിവൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെയും പ്രത്യേക അളവ് എടുക്കുന്നത്. നമുക്ക് ഇവിടുന്നേ വേണമെങ്കിൽ ഇങ്ങനെ ഒരു കർവ് വരച്ച് കൊണ്ടുവരാം. നമ്മുടെ ഇഷ്ടത്തിന് സ്വന്തം ഇഷ്ടത്തിന് ഒരു കർവാക്കി വരയ്ക്കാം. നമുക്കപ്പോൾ ഇവിടെയൊക്കെ ചുളിവ് ഇങ്ങനെ വരും. ചില ബ്ലൗസിനൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ മിഡിൽ പോയിന്റും ഇവിടുന്ന് 1 ഇഞ്ച് ഉള്ളിലേക്ക് തള്ളിയിട്ട് അതിലേക്ക് കൊടുക്കുന്നത്.
ഇത്രയാണ് ഈ ആം ഹോളിൻ്റെ വരുന്നത്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കഴുത്തിൻ്റെ അളവാണ്. കഴുത്തിനൊരു അകലം വേണം. അതായത് അകലം എങ്ങനെയാണ് കാണാന്ന് വെച്ചാൽ കഴുത്തിൻ്റെ ഇറക്കം, നല്ല ഇറക്കം, വൈഡ് വേണ്ട, നല്ല ഇറക്കമുള്ള ആളാണ്. അതായത് നല്ല ബ്ലൗസിന് കഴുത്തിറക്കം വേണ്ട ആൾ 10 ഇഞ്ചൊക്കെ എടുക്കുന്ന ആളുണ്ട്, 8 ഇഞ്ച് എടുക്കുന്നുണ്ട്, 9 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇത്രയും 8, 9, 10 എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ 2.5 ഇഞ്ച് കഴുത്തകലം വേണ്ടുള്ളൂ. ഈ 2.5 ഇഞ്ച് കഴുത്തകലം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എടുക്കുമ്പോൾ അത് 3 ഇഞ്ചായിട്ട് എടുക്കണം. എന്നിട്ട് ഒരു ബോക്സ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നല്ല വൈഡും കിട്ടും, കഴുത്തകലം കൂടില്ല. ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് കുറഞ്ഞ കഴുത്തിറക്കുള്ളതാണ്. അതായത് 6 ഇഞ്ച് കഴുത്തിറക്കുള്ളതാണ്. 6 ഇഞ്ച് കഴുത്തിറക്കം എടുക്കുമ്പോൾ നമ്മൾക്ക് വൈഡ് എടുക്കണ്ട. അപ്പോൾ നല്ലോണം വൈഡ് എടുക്കണം. അപ്പോൾ ഷോൾഡർ ഇറങ്ങിയൊന്നും പോവില്ല, നല്ല വൈഡ് കഴുത്തായി വരും. 3.5 ഇഞ്ച് ഞാനിവിടെ കഴുത്തിൻ്റെ അകലം എടുക്കുന്നത്. എൻ്റെ കഴുത്തകലം 3.5 ഇഞ്ചാണ്. അപ്പോൾ ഇവിടുന്ന് 3.5 സെയിം തന്നെയാണ് എടുക്കേണ്ടത് കേട്ടോ. 3.5 ഇഞ്ച് എടുത്തു. ഇതിനൊരു ബോക്സ് ആക്കി വരയ്ക്കുക. ഒരു ബോക്സ് ആക്കിയിട്ട് വരയ്ക്കുക. അങ്ങനെ ഇങ്ങോട്ട് വരയ്ക്കുക. ഈ ലൈനുകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ചെറിയൊരു കർവ് ഇവിടെ കൊടുത്താൽ മതി. ഇങ്ങനെ കൊടുത്താൽ തന്നെ നല്ല റൗണ്ട്. ഇനി വേണ്ട അത്ര വലിയ റൗണ്ട് വേണ്ടെങ്കിലോ ഇങ്ങനെയും കൊടുക്കാം. അല്ല, നല്ല റൗണ്ടിൻ്റെയും രണ്ടിൻ്റെയും മിഡിലില്ല വേണ്ടത് വെച്ചാൽ ഇങ്ങനെയും കൊടുക്കാം കഴുത്തിൻ്റെ. അപ്പം നമ്മളെ വൈഡിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഈ കഴുത്തിൻ്റെ ഈ കോർണർ വരയ്ക്കുന്നത് തീരെ വേണ്ട, അങ്ങനെ ഒരു വി അല്ലെങ്കിൽ യു പോലെ ഇങ്ങനെ ചെറുതായിട്ട് മതിയെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി അല്ല ഇത് വി ആണ് വേണ്ടത് വെച്ചാലോ ആദ്യം തന്നെ ഇങ്ങോട്ടൊരു വര വരയ്ക്കുക. എന്നിട്ട് ഇവിടുന്ന് ഒരു പകുതി മാർക്ക് ചെയ്യുക. ഒന്നും കൂടി ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വരച്ചെടുക്കാൻ ഇരിക്കുക. അപ്പോൾ നമുക്ക് വൈഡും കിട്ടും. അങ്ങനെയാണ് കഴുത്ത് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ അടിവശം, അതായത് ബ്ലൗസിൻ്റെ താഴ്വശം നമുക്ക് ആകെ 30 ഇഞ്ചാണ്. ആ 30 ഇഞ്ചിൻ്റെ 4/1 ഭാഗം എന്ന് പറഞ്ഞാൽ 7.5 ഇഞ്ചാണ്. ആ 7.5 ഇഞ്ചിനോട് കൂടി 1.5 ഇഞ്ച് കൂടിയും കൂട്ടും. മുകളിൽ നമ്മൾ 1 ഇഞ്ചാണ് കൂട്ടിയത് വെച്ചാൽ 1 ഇഞ്ചാണ് കൂട്ടിയത്. ഇതാ ഈ പോയിന്റുകൾ തമ്മിൽ യോജിപ്പിക്കാം. യോജിപ്പിച്ച് വരച്ച് കഴിഞ്ഞു. ഇനി ചില ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടിന് ഇവിടെ ഒരു ടെക്ക് വരാറുണ്ട്. ആ ടെക്ക് വരുന്നത് നമ്മളിവിടുന്ന് 4 ഇഞ്ചോ 4 ഇഞ്ച് ശരിക്കും നമ്മൾ കണക്കാക്കും. ഇങ്ങനെ ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് പിടിച്ചിട്ട് ഇങ്ങനെ കണക്കാക്കും. ഇങ്ങനെ എടുത്തിട്ട് ഒരു 4 ഇഞ്ച് അകലെടുക്കുക. 4 ഇഞ്ച് അകലെടുത്തിട്ട് ഇങ്ങോട്ടൊരു 4.5 ഇഞ്ച് വരെ മുകളിലേക്ക് വെക്കുക. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. 4 ഇഞ്ച് പിടിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടേക്ക് 1/2 ഇഞ്ചാണ് ഇവിടെ പിടിക്കുന്നത് വെച്ചാൽ 1/2 ഇഞ്ച് ഇവിടേക്ക് വീതി കൂട്ടിയിടണം. കാരണം ഈ 1/2 ഇഞ്ച് പിടിച്ച് പോകുമ്പോൾ നമുക്ക് ഇതേ ഇവിടെ തന്നെ കിട്ടണ്ടേ. അതായത് ഈ 7.5 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കിട്ടണമല്ലോ ഇവിടെ 1/2 ഇഞ്ച് കൂടി പിടിക്കുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച് കൂട്ടിയിടണം. ഞാനിവിടെ ടെക്ക് ഇടാത്ത ബ്ലൗസാണ് ബാപ്പാട്ട് എടുക്കുന്നത്. ടെക്ക് ഇട്ടില്ലെങ്കിൽ നല്ല വൃത്തിക്ക് തന്നെ ഇങ്ങനെ ചരിച്ച് കറക്റ്റ് അളവ് എടുക്കുകയാണെങ്കിൽ ബാക്ക് ഇവിടെ ഈ വശങ്ങളിലോ ഒന്നും ഒരു ചുളിവ് കൂടാതെ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം. ഇങ്ങനെയൊക്കെ തയ്ച്ചെടുക്കുമ്പോൾ തന്നെ നമ്മൾ ഈ പോയിന്റുകളൊക്കെ കറക്റ്റ് ആണെങ്കിൽ തന്നെ ബ്ലൗസ് നല്ല നീറ്റ് ബ്ലൗസായിരിക്കും. ഈ ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് വെട്ടിയെടുത്തിട്ടാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് വെട്ടുക. ഫ്രണ്ട് പാർട്ട് വെട്ടിയെടുക്കാൻ ഈ ബാക്ക് പാർട്ടിനെ വെട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് ക്രോസ് വെട്ടുന്നത് വേറെ വിധമാണ്, സ്ട്രെയിറ്റ് വെട്ടുന്നത് വേറെ വിധമാണ്. സ്ട്രെയിറ്റ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ വെട്ടാം. അതെങ്ങനെ വെട്ടുന്നു, അതായത് 2 മടക്കാക്കിയിട്ടിട്ട് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഒരേ ഇവിടെ കട്ട് ചെയ്യാതെ പഴയ രീതിയിൽ എങ്ങനെ വെട്ടാമെന്ന് കാണിക്കുന്ന വീഡിയോ അടുത്തതായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണാം.